ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയ 37-ാം ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കുന്നത്. 6-ാമത്തെ ശ്ലോകം. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിതസ്വാന്തേഷ്വീശ ഗതേഷു താവക കൃപാപീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത്സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാ സശൂരാത്മജ. അർത്ഥം: ഈശ, കർണരസായനം തവ വചഃ ശ്രുത്വാ. അലയോ ഭഗവാനെ, കാതുകൾക്ക് രസായനം തന്നെയായ അവിടുത്തെ അരുളപ്പാട് കേട്ടിട്ട് നിർവാപിത സ്വാന്തേഷു താവക കൃപാപീയൂഷ തൃപ്താത്മസു സർവേഷു ഗതേഷു സത്സു. ഉള്ളുകുളിർത്തവരും താവക കൃപാപീയൂഷ തൃപ്താത്മസു, അങ്ങയുടെ കാരുണ്യാമൃതത്താൽ തൃപ്തിപ്പെട്ട മനസ്സോടുകൂടിയവരുമായിട്ട് സർവേഷു ഗതേഷു സത്സു, എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഭവത് സാന്നിധ്യ പുണ്യോത്തരേ വിഖ്യാതേ മധുരാപുരേ, അങ്ങയുടെ സാന്നിധ്യം ഹേതുവായിട്ട് കാരണമായിട്ട് പുണ്യോത്കൃഷ്ടമായതും പ്രസിദ്ധപ്പെട്ടതുമായ മധുരാപുരിയിൽ ശൂരാത്മജ സഹ രാജ ധന്യാം ദേവകനന്ദനാം ഉദവഹത് കില. ശൂരൻ്റെ പുത്രനായ ആ രാജാവ്, അതായത് വസുദേവൻ, ഭാഗ്യവതിയായ ദേവകപുത്രി ദേവകിയെ വിവാഹം ചെയ്തു പോലും. 7-ാമത്തെ ശ്ലോകം. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോഥ സമ്മാനയന്നേതൗ സൂതതയാ ഗത പതിരഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിതുഷ്ടമഷ്ടമസുതോ ഹന്ദേതി ഹന്ദേരിത സന്ദ്രാസാത് സതു ഹന്തുമന്ദികഗദാം തന്വീം കൃപാണീമധാത്. അർത്ഥം: ഉദ്വാഹാവസിതൗ അഥ, ദേവകീ വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ തദീയ സഹജഃ കംസഃ ഏതൗ സമ്മാനയൻ സൂതതയാ ഗതഃ, ആ ദേവകിയുടെ സഹോദരനായ കംസൻ ഇവരെ നന്നായി മാനിച്ചുകൊണ്ട് താൻ സാരഥിയായിട്ട് പോവുകയും പഥിരഥേ അതിദുഷ്ടം ത്വാം അസ്യാഹ അഷ്ടമസുതഃ ഹന്ത ഇതി വ്യോമോത്ഥയാ ത്വദ്ഗിരാഹന്ത ഈരിത, പോകുന്ന വഴിക്ക് തേരിലിരുന്ന് മഹാദുഷ്ടനായ നിന്നെ ഇവളുടെ 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നിങ്ങനെയുള്ള ഭവാന്റേതായ അശരീരിയാൽ കഷ്ടമേ ക്ഷോഭിക്കുകയും സഹാത്തു, ആ കംസനാകട്ടെ സന്ത്രാസാത് നന്നെ പേടിച്ച് അന്തികഗതാം തന്വീം ഹന്തും കൃപാണീം അധാത്, അടുത്തു തന്നെ വർത്തിച്ചിരുന്ന ആ സാധു സ്ത്രീയെ സംഹരിപ്പാനായി വാളെടുക്കുകയും ചെയ്തു. 8-ാമത്തെ ശ്ലോകം. ഗൃഹ്ണാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈർനോ മുഞ്ജൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോത്ഥയാതോ ഗൃഹാൻ ആദ്യം ത്വത്സഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ കഥാ. അർത്ഥം: താം ചികുരേഷു ഗൃഹ്ണാനഃ ഖലമതിഃ, അവളെ ദേവകിയെ തലമുടിക്ക് കടന്നുപിടിച്ച ദുഷ്ടമാനസൻ കംസൻ ശൗരേഹി ചിരം സാന്ത്വനൈഹി നോമുഞ്ചൻ, വസുദേവർ കുറേ നേരം സമാധാനിപ്പിച്ചിട്ടും വിടാഞ്ഞപ്പോൾ പുനഃ ആത്മജാർപ്പണഗിര അഥ പ്രീതഃ ഗൃഹാൻ യാതഃ, പിന്നെ ഇവളുടെ കുട്ടികളെയെല്ലാം താങ്കൾക്ക് സമർപ്പിക്കാമെന്ന് വസുദേവർ വാക്കുകൊടുത്തു. അപ്പോൾ സന്തുഷ്ടനായിട്ട് കംസൻ സ്വഗൃഹത്തിലേക്ക് പോയി. തഥാ അർപ്പിതം അപി ആദ്യം ത്വത് സഹജം അസൗ സ്നേഹേന ന അഹൻ,
അപ്രകാരം ആ വാഗ്ദാനമനുസരിച്ച് കൊണ്ടുപോയി കൊടുത്തുവെങ്കിലും അങ്ങയുടെ ആ ആദ്യ സഹോദരനെ ഈ കംസൻ സ്നേഹത്താൽ ഹനിക്കുക ഉണ്ടായില്ല. ദേവ ദുഷ്ടാനാമപി ഏകദാ പുഷ്ടകരുണാധീഹി ദൃഷ്ടാഹി. ദേവ, ദുഷ്ടന്മാർക്കും ചിലപ്പോഴൊക്കെ കാരുണ്യം തികഞ്ഞ ബുദ്ധി ഉണ്ടായതായി കണ്ടിട്ടുണ്ടല്ലോ. 9ാമത്തെ ശ്ലോകം. താവത്വന്മനസൈവ നാരദമുനി പ്രോജേ സഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യതവോ ജാനാസി കിം ന പ്രഭോ. മായാവീ സഹരിർഭവദ്വഥ കൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യ യദൂനദൂധുനതസൗ ശൗരേശ്ച സൂനൂനഹൻ. അർത്ഥം: താവത് ത്വന്മനസായേവ, അങ്ങനെയൊരു നാൾ അവിടുത്തെ അന്തർഗതമനുസരിച്ചു തന്നെ സഹ നാരദമുനിഹി ഭോജേശ്വരം പ്രോജേ, ആ പ്രസിദ്ധനായ നാരദ മഹർഷി ഭോജന്മാരുടെ രാജാവായ കംസനോട് പറഞ്ഞു. യൂയം അസുരാഹ യദവഃ സുരാഹ ചന്നനു, നിങ്ങളൊക്കെ അസുരാംശജന്മാരും യാദവന്മാരൊക്കെ ദേവാംശജന്മാരുമാണല്ലോ. പ്രഭോ കിം ന ജാനാസി, പ്രഭോ ഇത് അങ്ങക്ക് അറിഞ്ഞുകൂടെ? മായാവി സഹ ഹരിഹി, മായാവിയായ ഹരി സുരപ്രാർത്ഥനാത്, ദേവന്മാർ പ്രാർത്ഥിച്ചതുകൊണ്ട് ഭവത് വധകൃതേ, അങ്ങയെ വധിക്കാനായി ഭാവി ഇതി ആകർണ്യ സ്വൗ, അവതരിക്കാൻ ഭാവമുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കംസൻ യദൂൻ അധൂധുനത് ശൗരേഹേ സൂനൂൻ അഹഞ്ച, ഇതെല്ലാം കേട്ടിട്ട് യാദവന്മാരെയെല്ലാം ഇട്ട് വിറപ്പിക്കുകയും വസുദേവരുടെ കുട്ടികളെ ഹനിക്കുകയും ചെയ്തു. 10ാമത്തെ ശ്ലോകം. പ്രാപ്തേ സപ്തമഗർഭദാമഹിപദൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവരോഹിണീം ത്വമപി ഭോ സച്ചിത്സുഖൈകാത്മക ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃസുരൈഃ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. അർത്ഥം: അഹിപതൗ സപ്തമഗർഭതാം പ്രാപ്തേ സതി, പിന്നീട് സർപ്പരാജനായ ആദിശേഷൻ ദേവകിയുടെ 7ാമത്തെ ഗർഭം എന്ന അവസ്ഥയെ പ്രാപിക്കുകയും മാധവ ത്വത്പ്രേരണാത് മായയ രോഹിണീം നീതേ ച സതി, അല്ലയോ മാധവ ലക്ഷ്മീപദേ, അവിടുത്തെ പ്രേരണയാൽ മായാദേവി ആ ഗർഭത്തെ രോഹിണിയിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ ഭോ വിഭോ സച്ചിത് സുഖൈകാത്മക ത്വം അപി ദേവക്യാഹ ജഠരം വിവേശിത, അല്ലയോ സർവവ്യാപി സച്ചിദാനന്ദ സ്വരൂപനായ അവിടുന്നും ദേവകിയുടെ ഉദരത്തിൽ ഗർഭമായി പ്രവേശിച്ചു. കൃഷ്ണ സുരൈഹി സംസ്തൂയമാനഃ സഹത്വം, ഹേ കൃഷ്ണ, ദേവന്മാർ അസലായി സ്തുതിച്ച ആ അവിടുന്ന് രോഗപടലീം വിധൂയ മേ പരാം ഭക്തിം ദേഹി, സകലവിധ രോഗങ്ങളെയും നിശേഷം അകറ്റിയിട്ട് എനിക്ക് ശ്രേഷ്ഠമായ ഭക്തിയെ തന്നരുളുമാറാകണമേ. ഭഗവാൻ മഹാവിഷ്ണു പരിപൂർണ സ്വരൂപനായി ഭൂമിയിൽ യാദവകുലത്തിൽ ജനിക്കാൻ പോകുന്നു എന്ന്, അവതരിക്കാൻ പോകുന്നു എന്ന് ബ്രഹ്മാവ് മുഖേന എല്ലാ ദേവന്മാരെയും ദേവസ്ത്രീകളെയും ഭൂമിദേവിയെയും അറിയിക്കുന്നു. അപ്പോൾ വൃഷ്ണികളുടെ വംശത്തിൽ എല്ലാ ദേവന്മാരെയും ദേവസ്ത്രീകളെയും വന്ന് പിറക്കണമെന്നും ഭഗവാൻ പറഞ്ഞു. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. ഈ വാക്യം കേട്ട് മനസ്സന്തോഷത്താൽ ദേവന്മാരും ബ്രഹ്മാവും തിരിച്ച് സ്വധാമത്തിലേക്ക് പോയി. അങ്ങനെ പുണ്യഭൂമിയായ ഭഗവാന്റെ സാന്നിധ്യം കാരണം പുണ്യഭൂമിയായതും ശ്രേഷ്ഠമായതും പ്രസിദ്ധപ്പെട്ടതുമായ മഥുരാപുരിയിൽ ശൂരസേനന്റെ പുത്രനായ വസുദേവൻ എന്ന രാജാവ് ഭാഗ്യവതിയായ ദേവകപുത്രിയായ ദേവകിയെ വിവാഹം ചെയ്തു. ആ ദേവകിയുടെ സഹോദരനാണ് കംസൻ. ആ കംസൻ ഇവരെ, അതായത് ദേവകി വസുദേവന്മാരെ മാനിച്ചുകൊണ്ട് താൻ സാരഥിയായിട്ട്
പോവുകയും ചെയ്തു. അതായത് കംസൻ സാരഥിയായിട്ട് പോയി. വഴിക്ക് തേരിൽ ഇരുന്ന് മഹാദുഷ്ടനായ നിന്നെ, അതായത് കംസനെ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നിങ്ങനെയുള്ള ഭഗവാന്റെ അശരീരിയാൽ കഷ്ടമേ ശോഭിക്കുകയും ക്രുദ്ധനായിട്ട് ആ കംസൻ നന്നെ പേടിച്ചിട്ട് അടുത്തു തന്നെ വർത്തിച്ചിരുന്ന, അതായത് നിന്നിരുന്ന ആ സാധു സ്ത്രീയായ ദേവകിയെ കൊല്ലാനായി വാൾ എടുക്കുകയും ചെയ്തു. ദേവകിയെ തലമുടിക്ക് കടന്നു പിടിച്ച ദുഷ്ടനായ ആ കംസൻ വസുദേവർ കുറച്ചു നേരം സമാധാനിപ്പിച്ചിട്ടും വിടാത്തപ്പോൾ ഇവളുടെ മക്കളെയെല്ലാം, കുട്ടികളെയെല്ലാം താങ്കൾക്ക് സമർപ്പിക്കാം എന്ന് വസുദേവർ വാക്കുകൊടുത്തു. അപ്പോൾ സന്തുഷ്ടനായിട്ട് കംസൻ സ്വഗൃഹത്തിലേക്ക് പോയി. വസുദേവരുടെ വാഗ്ദാനമനുസരിച്ച് കംസന് ഭഗവാന്റെ ആദ്യത്തെ സഹോദരനെ, അതായത് ദേവകിയുടെ ആദ്യത്തെ പുത്രനെ കൊണ്ടുപോയി കൊടുത്തു. എങ്കിലും ആ കംസൻ സ്നേഹത്താൽ ഹനിക്കുക ഉണ്ടായില്ല. ദേവ, ദുഷ്ടന്മാർക്കും ചിലപ്പോഴൊക്കെ കാരുണ്യം തികഞ്ഞ ബുദ്ധി ഉണ്ടായതായി കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഭഗവാന്റെ അന്തർഗതമനുസരിച്ച് പ്രസിദ്ധനായ നാരദ മഹർഷി ഭോജന്മാരുടെ രാജാവായ കംസനോട് പറഞ്ഞു, നിങ്ങളൊക്കെ അസുരാംശജന്മാരും യാദവന്മാരൊക്കെ ദേവാംശജന്മാരുമാണല്ലോ. നാരദ മഹർഷി കംസനോട് പറയുന്നു, പ്രഭോ, ഇത് അങ്ങയ്ക്ക് അറിഞ്ഞുകൂടെ? മായാവിയായ ആ വിഷ്ണു ദേവന്മാരെ അപേക്ഷിക്കയാൽ അങ്ങയെ കൊല്ലാൻ വേണ്ടി അവതരിക്കാൻ ഭാവമുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കംസൻ യാദവന്മാരെയെല്ലാം ഇട്ട് വിറപ്പിക്കുകയും വസുദേവരുടെ കുട്ടികളെ കൊല്ലുകയും ചെയ്തു. പിന്നീട് സർപ്പരാജൻ ആദിശേഷൻ ദേവകിയുടെ 7ാമത്തെ ഗർഭം എന്ന അവസ്ഥയെ പ്രാപിക്കുകയും ഭഗവാന്റെ പ്രേരണയാൽ ദേവിയുടെ ഗർഭത്തെ മായാദേവി രോഹിണി ദേവിയിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ, അല്ലയോ സർവവ്യാപിൻ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ദേവകിയുടെ ഉദരത്തിൽ ഗർഭമായി പ്രവേശിച്ചു. ഹേ കൃഷ്ണ, ദേവന്മാർ അസലായി സ്തുതിച്ച ആ അവിടുന്ന് സകലവിധ രോഗങ്ങളെയും നിശേഷം അകറ്റി എനിക്ക് ഉത്കൃഷ്ടമായ ഭക്തി എന്ന അനുഗ്രഹത്തെ നൽകുമാറാകണമേ.